ഹലോ ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയുടെ ഈ വർഷത്തെ ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നെത്തിയിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ നോട്ടിഫിക്കേഷൻ ആണ് ALPയുടെ നോക്കാൻ പോകുന്നത്. നോട്ടിഫിക്കേഷൻ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാം ആണ് ALP, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. സോ അതിന്റെ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും കുറച്ചും കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാം. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 15/5/2026 ആണ്. അതായത് നാളെ. ഓക്കെ, മെയ് 15-നാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്ന ഡേറ്റ്. ആൻഡ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 14/6/2026 ആണ്. അതായത് ജൂൺ 14 വരെ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. ഫീസ് പേയ്മെന്റിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16, 2 ദിവസം കൂടി നമുക്ക് പേയ്മെന്റിനുണ്ട്. 16/6 വരെ ആണ്. മോഡിഫിക്കേഷൻ വരുന്നത് 17 to 26 ആണ്. ജൂൺ 17 മുതൽ ജൂൺ 26 വരെയാണ് അതിന്റെ നോട്ടിഫിക്കേഷൻ. അത് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്നത്. സോ നാളെ സ്റ്റാർട്ട് ചെയ്യും. ALP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം തന്നെ ആദ്യം തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് വരെ ഒന്നും കൊണ്ടുപോകാൻ നിൽക്കരുത്. അതിന്റെ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. സോ അത് നാളെ അപ്ലൈ ചെയ്യാൻ സ്ഥിതിക്ക് അതെല്ലാം ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് ഇടുക. എന്നിട്ട് എന്ത് ചെയ്യുക, as soon as possible എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അയച്ച് തുടങ്ങുക. സീരിയസ് ആയിട്ട് നോക്കുന്നവർ. ഓക്കെ, ദെൻ ഇതിന്റെ പേ ലെവൽ 7th കമ്മീഷൻ വെച്ചിട്ട് പേ ലെവൽ ലെവൽ 2 ആണ്, അറിയാമല്ലോ എല്ലാവർക്കും. ദെൻ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A1 ആണ്. ഓക്കെ, ട്രെയിൻ ഓട്ടിക്കണം. കണ്ണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് A1 ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ഇനി നമുക്ക് അറിയേണ്ട മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് ടോട്ടൽ വേക്കൻസി ആണ്. ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് 11,127 11,000 അടുപ്പിച്ചാണ് നമുക്ക് വേക്കൻസി. ടെൻറ്റേറ്റീവ് വേക്കൻസി ആണ്, നമുക്കത് കൂടാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ വിളിക്കുന്ന സമയത്ത് ആയിരിക്കത്തില്ല. വേക്കൻസി എന്ത് ചെയ്യാം, കൂടാം. സോ വേക്കൻസി, ഇത്രയും വേക്കൻസി ഒക്കെ ഉണ്ട്. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന അറിയാമല്ലോ, നമ്മുടെ RRBയുടെ നമ്മുടെ അക്കൗണ്ട് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവര് ആ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് അയക്കുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, RRBയുടെ ഒഫീഷ്യൽ പോർട്ടലിൽ കയറിയിട്ട് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ALP, അതായത് ഇപ്പം ഒക്കെ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞവരും IT ഒക്കെ കഴിഞ്ഞവരൊക്കെ കാണും അല്ലേ, അവരെന്ത് ചെയ്യുക, ഇത് അയക്കാം. ദെൻ പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത് കുറേ കാര്യങ്ങൾ, നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നിങ്ങൾക്കുള്ള ഡൗട്ടും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു 18 to 30 ഇയേഴ്സ് ആണെന്ന് പറഞ്ഞു. അതിൽ SC SC കാറ്റഗറി ആണെങ്കിൽ 5 വർഷം റിലാക്സേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. ദെൻ എക്സ് സർവീസ് മാനിന്റെ ഓരോ കാറ്റഗറി അനുസരിച്ച് റിലാക്സേഷൻ പറയുന്നുണ്ട്. ദെൻ ഇതിന്റെ നാഷണാലിറ്റി അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് മസ്റ്റ് ബി എയ്തർ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ സിറ്റിസൺ ഓഫ് നേപ്പാൾ ഓർ എ സബ്ജക്റ്റ് ഓഫ് ഭൂട്ടാൻ. അങ്ങനെ നമ്മൾ പിന്നെ എല്ലാം ഇന്ത്യക്കാരാണല്ലോ. ഓക്കെ, ദെൻ പിന്നെ നമ്മളോട് ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അത് വന്നിട്ട് അനക്ഷർ എയിൽ ഡീറ്റെയിൽ ആയിട്ട് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ആൻഡ് ഓൾസോ അവർ പറയുന്ന പോലെ ഒരു മിനിമം എഡ്യൂക്കേഷണൽ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ഇൻ ദ CAN. അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മിനിമം എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാവൂ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. പിന്നെ those awaiting results of the final examination of the prescribed education qualification should not apply. അതായത് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ എന്ത് ചെയ്യാൻ നിൽക്കരുത്, അപ്ലൈ ചെയ്യാൻ നിൽക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ ഫീസ് വന്നിട്ട് 500 രൂപയാണ്. എക്സെപ്റ്റ് കാറ്റഗറീസ് മെൻഷൻഡ്, അതായത് എനിക്ക് തോന്നുന്നു ജനറൽ കാറ്റഗറീസ് എല്ലാത്തിനും തന്നെ 500 ആണ്. ദെൻ നമ്മുടെ SC ST എക്സ് സർവീസ് ഫീമെയിൽ ട്രാൻസ്ജെൻഡർക്ക് 250 രൂപയാണ് ഫീസ് വരിക. ഇതിൽ 400 രൂപ 500 രൂപ അയക്കുന്നെങ്കിൽ 400 നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. 250 നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുന്നതാണ്. ഓൺലൈൻ പേയ്മെന്റ് ആണ്. ഫീ പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന കാര്യമാണ്, പോസ്റ്റ് വഴി അയക്കുന്നതല്ല. സോ ഓൺലൈനാണ് അപ്ലൈ ചെയ്യുന്നത്. ദെൻ പിന്നെ നമുക്ക് ഇതിനകത്ത് അവർ മെയിനായിട്ട് പറയുന്ന കാര്യം
ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക എന്തൊക്കെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും വേണമെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ജസ്റ്റ് എക്സാമിന്റെ ഒരു മോഡൽ പറയുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് CBT 1 ആണ്. നമ്മുടെ റെയിൽവേ എല്ലാ എക്സാംസിനെയും പോലെ CBT 1 ഉണ്ട്. അതുപോലെ SSC എക്സാം പോലെ തന്നെ എന്താണ് മാത്തമാറ്റിക്സും എൻ്റെ എബിലിറ്റി ജനറൽ സയൻസ് മൂന്നും അടങ്ങുന്ന ഒരു ഫസ്റ്റ് ഓൺലൈൻ എക്സാം ആണ് CBT 1. അതിനുശേഷം CBT 2 സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് CBT 2 ഉണ്ട്. അതെന്ന് പറയുന്നത് 2 പാർട്ടാണ്. പാറ്റേൺ സിലബസ് എന്ന് പറയുന്നത് CBT 2 2 പാർട്ടാണ്. പാർട്ട് എയിൽ 90 മിനിറ്റും പാർട്ട് ബിയിൽ 60 മിനിറ്റും ആണ്. പാർട്ട് എയിൽ 100 ക്വസ്റ്റ്യനും പാർട്ട് ബിയിൽ ഒരു 75 ക്വസ്റ്റ്യനുമാണ് നമുക്ക് വരുന്നത്. സിലബസും ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് CBT 1ഉം CBT 2ഉം ഉണ്ട്. പിന്നെ അതിനകത്ത് വരുന്നത് CBT 1 ക്വാളിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ ക്വാളിഫൈ മാത്രമാണ് എന്ത് ചെയ്താൽ മതി, പാസ്സായാൽ മതി. ദെൻ നമ്മുടെ മാത്സ് റീസണിങ് സയൻസ് മറ്റ് ഗ്രൂപ്പ് ഡിയും പിന്നെന്താ NTPC എക്സാം പോലുള്ള സിലബസ് തന്നെയാണ് CBT 1ലും പറയുന്നത്. പിന്നെ CBT ഇതിനകത്ത് പാർട്ട് ബിക്കകത്ത് അവർ സ്പെസിഫൈ ചെയ്ത് ക്വാളിഫയിങ് ടെസ്റ്റ് ആണ്. പാർട്ട് ബി എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് ആണ്. അതിനകത്ത് ഓരോ ട്രേഡിനും ഓരോ ഡിഫറെൻറ്റ് കാറ്റഗറിയാണ് അവർ പറയുന്നുണ്ട്. കാൻഡിഡേറ്റിന്റെ ക്വാളിഫിക്കേഷൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കോമ്പിനേഷൻ, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ, അതിനെല്ലാം ട്രേഡ് സബ്ജക്റ്റ് ചൂസ് ചെയ്യാവുന്നത് ഓരോന്ന് അവർ പറയുന്നുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് ഇത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. പിന്നെ CBT 1ഉം CBT 2ന് ശേഷം CBAT ഉണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഇനി ഇതിനകത്ത് അതായത് പുതിയ LP കഴിഞ്ഞ വർഷം വരെ അങ്ങനെ അല്ലായിരുന്നു. ഇപ്പോഴത്തെ നോട്ടിഫിക്കേഷനകത്ത് വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ദ മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ പാർട്ട് A ഓഫ് CBT 2 ആൻഡ് ദ സ്കോർസ് ഒബ്റ്റെയിൻഡ് ഇൻ CBAT ഷാൽ ബി ഗിവൺ വെയിറ്റ് ഇൻ ദ റേഷ്യോ 50-50. അതായത് നമ്മുടെ മാർക്ക് CBT 2 പാർട്ട് എയിൽ കിട്ടിയ മാർക്കും ആൻഡ് CBAT മാർക്കും ഇത് രണ്ടും അതിൻ്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് 50-50 ആണ്. ഈക്വൽ വെയിറ്റേജ് ആണ്. നേരത്തെ അങ്ങനെ അല്ലായിരുന്നു. 70-30, 30-70 റേഞ്ച് ആയിരുന്നു വെയിറ്റേജ്. ഇപ്പോൾ വെയിറ്റേജ് മാറിയിട്ടുണ്ട്. എന്താണ് 50-50 വെയിറ്റേജ് ആണ് രണ്ടിനും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, CBT 2 പാർട്ട് എയും CBAT ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ക്വാളിഫൈ ചെയ്യണം. ദെൻ പിന്നെ നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ അറിയാമല്ലോ, ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അക്കൗണ്ട് ഇല്ലാത്തവർ RRBയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പുതിയ എന്ത് ചെയ്യുക പോർട്ടൽ ഓപ്പൺ ചെയ്യുക, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ദെൻ ലൈവ് ഫോട്ടോയും സിഗ്നേച്ചറും ആണ് എന്ത് ചെയ്യുന്നത്, അയച്ചു കൊടുക്കുന്നത്. തെറ്റ് വരുത്തരുത്. ലൈവായിട്ട് ഫോട്ടോ എടുക്കുമ്പോഴും നമ്മുടെ സൈൻ അതിനെല്ലാം അവരുടെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ട് പറയുന്നത്. ഓക്കെ, ദെൻ സൈൻ പറയുന്നുണ്ട് ബ്ലാക്ക് ഇങ്ക് പെൻ മാത്രമാണ്. ഒരുപാട് പേര് അങ്ങനെ കറക്ഷൻ വരുന്നുണ്ട്. പിന്നീട് കറക്ഷൻ ഒന്നും ചെയ്യാൻ നിൽക്കരുത്, അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. സോ ബ്ലാക്ക് ഇങ്ക് പെൻ ആയിരിക്കണം നമ്മുടെ സിഗ്നേച്ചറിന്. നമ്മുടെ ഓരോ ഗൈഡ് ലൈൻ ഉണ്ട്. JPG ഫോർമാറ്റും അതിൻ്റെ മെഷർമെൻറ്റ് 30-49 KB ഇടയിലായിരിക്കണം. ദെൻ പിന്നെ ഓരോ സൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈറ്റുകൾ ഓരോ സ്ഥലം അപ്ലൈ ചെയ്യാമല്ലോ. ഓരോ സൈറ്റിനും ഓരോ വെബ്സൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഏതാ വേണ്ടത് അത് നമ്മുടെ വേക്കൻസി നമുക്ക് നോക്കാം. അതും വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ആ ഒരു ഏത് സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നു എന്നുള്ളത് നോക്കാം. പിന്നെ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കിക്കേ. മെട്രിക്കുലേഷൻ SSLC plus IT from the recognized institution of NCVT, SCVT in the trade of fitter, electrician, instrument mechanic, millwright, maintenance, അങ്ങനെ കുറേ പോസ്റ്റുകൾ പറയുന്നുണ്ട്. ഇതായിരിക്കണം മെട്രിക്കുലേഷൻ പ്ലസ് IT ആണ് ക്വാളിഫിക്കേഷൻ. പിന്നെന്താ ഒരു SSLC പ്ലസ് കോഴ്സ് കംപ്ലീറ്റഡ് ആക്ട് അപ്രന്റീസ്ഷിപ്പ് അതുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ 3 years ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓർ കോമ്പിനേഷൻ ഓഫ് വേരിയസ് സ്ട്രീംസ് ഓഫ് ദീസ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് IT. ഓക്കെ, അപ്പോൾ SSLC plus IT ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഡിഗ്രി ഇൻ ദ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസ് ആസ് എബോവ് വിൽ ഓൾസോ ബി അക്സെപ്റ്റബിൾ ഇൻ ലിeu ഓഫ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, എഞ്ചിനീയറിംഗ് ഉള്ള ഡിഗ്രി എന്താണ്, അക്സെപ്റ്റബിൾ ആണ്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി ഉള്ളവർക്കും IT ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. മെഡിക്കൽ സ്റ്റാൻഡേർഡ് മാറിപ്പോകരുത്, A1 കാറ്റഗറി ആണ്. ഇനി വേക്കൻസി ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. വേക്കൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് മുംബൈ റീജിയൻ ആണ്. മുംബൈ തന്നെ 3 CR, SGR, വെസ്റ്റ്, സെൻട്രൽ, സൗത്ത്, വെസ്റ്റ് 3 കാറ്റഗറിയിലും ഏറ്റവും കൂടുതൽ
സെൻട്രൽ 1078 പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് കേരളത്തിലാണ് അല്ലേ. ട്രിവാൻഡ്രത്തിൽ വന്നിട്ട് 64 വേക്കൻസി, വളരെ കുറവാണ്. 64 വേക്കൻസി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് എന്താ, വേക്കൻസി എവിടെ ആണെങ്കിലും ജോലി മതി എന്നുള്ളവരാണെങ്കിൽ മുമ്പേ അപ്ലൈ ചെയ്യാം. അതല്ലാതെ പിന്നെയുണ്ട് 824 ദെൻ 600 ഒക്കെ റേഞ്ച് വരുന്നതുണ്ട്. അവിടെയൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ നോക്കാം. കേരളത്തിൽ തന്നെ വേണമെങ്കിൽ വേക്കൻസി വളരെ കുറവാണ്, വെറും 64 വേക്കൻസി മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്, നാളെ തൊട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് മുന്നേ കുറേ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഡോക്യുമെന്റ്സും ഒക്കെ വേണം. സോ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. CBT 1 ഞാൻ പറഞ്ഞു, CBT 1, CBT 2, CBAT. അപ്പൊ CBT 1 എന്ന് പറയുന്നത് എന്താണ്, ജനറൽ ആണ് അല്ലെ, ജനറൽ പേപ്പർ ആണ്. സോ CBT 1 വേണ്ടിയിട്ടുള്ള നമ്മുടെ CBT 1 വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ AZB അക്കാഡമിയുടെ കംപ്ലീറ്റ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനുള്ള ബാച്ചിന് അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. സോ അതിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ളവര് കോഴ്സ് പർച്ചേസ് ചെയ്ത് ഇന്ന് തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻസ് തുടങ്ങുക. എക്സാം ഡേറ്റ് ഒന്നും കൃത്യമായിട്ടൊന്നും വന്നിട്ടില്ല, റെയിൽവേ ആണ്, ലാഗ് ഉണ്ട്. ഒരു 2-3 മാസം എന്തായാലും കിട്ടാതിരിക്കില്ല, മേ ബി കിട്ടാം, ചാൻസ് ഉണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ ഗ്രൂപ്പ് ഡി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഇനിയും എക്സാം നടക്കാനുണ്ട്. സോ എന്തായാലും എന്ത് ചെയ്യാം, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്ലൈ ചെയ്യാനുള്ള ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ പറയാം. ആൻഡ് ഓൾസോ അത് അങ്ങനെ ഓൾറെഡി അറിയാവുന്നവർ ആ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തിടുക. കാരണം അവസാനം നമ്മൾ ഭയങ്കര ഹറിബറി ആയി പോകും. അതുകൊണ്ട് CBT 1 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, കോഴ്സ് പർച്ചേസ് ചെയ്ത് പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക്